ഇല്ല, ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമുക്ക് പൈസ ഇല്ല എന്ന് അറിയുമ്പോഴേ ഒരു കുറച്ചില്ല, അതുകൊണ്ടാണ്. ഹലോ ഹലോ തൃക്കണ്ണ, ഹലോ കണ്ണ. അച്ഛാ, ഞാൻ ഇന്നലെ ക്യാമറയുടെ മുമ്പിൽ വെച്ചാണ് പെടുത്തത്. അപ്പൊ ഇതിൽ കൂടെ കിഡ്നി സ്റ്റോൺ തെറിച്ചു പോയെന്നൊന്ന് നോക്കാൻ പറ്റുമോ? ക്യാമറയിൽ കൂടെ കാണാനേ ഇവിടുന്ന് തെറിച്ച് വീണത് താവുക്കട്ട അല്ല. എന്നാലും സൂം ചെയ്ത് കാണാൻ പറ്റൂല. സൂം ചെയ്താൽ ഞാൻ പലതും കണ്ട് പേടിക്കും, അതുകൊണ്ട് അത് വേണ്ട. എന്നാലും കാര്യമില്ല, റെക്കോർഡിംഗ് ഒന്നും ഇല്ല, അവന്മാര് കട്ടാക്കി. ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, ലൈവ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ രാത്രി എങ്ങാനും കള്ളം കയറിയ ഫോണിൽ കൂടെ ലൈവ് നോക്കിയിരിക്കണോ? മിക്കവാറും. നിന്റെ അമ്മ ഇവിടെ പോയടാ, അവളല്ലേ ഇൻസ്റ്റാൾമെന്റ് കടക്കാനുള്ള കൃത്യമായിട്ട്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇവിടെ പോയി കിടക്കണ്. ഇതൊക്കെ ഗ്രഹനാഥന്റെ ഒരു കഴിവുകേടാണ്. ഈ വീട്ടിൽ ആരുടെ പണിക്ക് പോയി ഈ വീട് നോക്കണം? അമ്മ. അപ്പൊ ആര് ഗ്രഹനാഥൻ? അമ്മ. വിളിയവള. അമ്മ. അമ്മയെ കിടന്ന് വിളിക്കണ്ട, അമ്മ ഇവിടെ ഇല്ല, ബാങ്കിൽ പോയേക്കണം. കിട്ടണ പൈസ അവള് മൊത്തം കൊണ്ട് ബാങ്കിൽ കൊണ്ട് നിറയ്ക്കാനല്ലേ. വാർദ്ധക്യം എത്തുമ്പോൾ ഒരു മുതൽക്കൂട്ടായി. ഇപ്പൊ പിന്നെ യൗവനമാണല്ല. കൂട്ടേന ബാങ്കിലെ താഴത്തെ പണയം വെച്ചേക്കല്ലേ, അതിനിപ്പോ അടവൊന്നും നമ്മൾ അടയ്ക്കലല്ല. അങ്ങനെ അത് ലേലത്തിന് പോകുന്ന ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി അമ്മ പോയേക്കണം. ലേലത്തിലെങ്കിൽ ലേലത്തിൽ വെക്കാൻ പറയടാ, കോടികളോട് അച്ഛൻ തിരിച്ചെടുക്കും. വെറുതെ കേൾക്കാൻ കൊള്ളാം.